മോഹൻലാലിൻ്റെ മണിച്ചിത്രത്താഴ് ഇറങ്ങി 11 ദിവസങ്ങൾ പിന്നിടുന്നു. ഇന്ന് ചൊവ്വാഴ്ച കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. 127ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 11% ഒക്യുപ്പൻസിയാണ് ഇന്ന് കാണിക്കുന്നത്. 6 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ടാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത്. അതായത് ഇന്ന് 10 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും സിനിമയുടെ ഫൈനൽ ഗ്രോസ് എന്നുള്ളതാണ്. ഇന്നലെ തിങ്കളാഴ്ച ഇടിവ് തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തേനേക്കാളും കൂടുതലായിരുന്നു കളക്ഷൻ വന്നിരുന്നത്. 8,34,000 രൂപയാണ്. അതായത് 11 ലക്ഷം രൂപയായിരിക്കാം ഇന്നലെയും വന്നത്. ശനി ഞായർ ദിനങ്ങളിൽ നിന്ന് മാത്രമായി സിനിമ 50 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് നേടിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ സിനിമ ട്രാക്കേഴ്സ് മുഖാന്തരം 2,32 ലക്ഷം രൂപയോളമാണ് കേരളത്തിൽ നിന്ന് മാത്രമായി കളക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 3 കോടി കഴിഞ്ഞുവെന്ന് സ്ഥിരീകരിച്ചിരുന്നു. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 3.5 കോടിക്ക് മുകളിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അപ്ഡേറ്റുകൾ. മണിച്ചിത്രത്താഴ് നമുക്ക് എല്ലാവർക്കും അറിയാം, മലയാള സിനിമകളുടെ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു എപ്പിക് മൂവി എന്ന് തന്നെ പറയാം. ഇതേ കാറ്റഗറിയിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമ എന്ന് തന്നെ നമുക്ക് പറയാം. മികച്ച നടനം, അതായത് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡ് ലഭിച്ച സിനിമയാണ്. ശോഭനയുടെ പ്രകടനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മോഹൻലാൽ, സുരേഷ് ഗോപി, തിലകൻ തുടങ്ങി ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടു. വർഷം 10-30 ഇന്നും ആ ഒരു ഫ്രഷ്നെസ് മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പലപ്പോഴായി ഇന്നും ഇന്നലെയുമൊക്കെയായി ടി വിയിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം ഇത് തിയേറ്ററിൽ 4Kയിൽ കാണുമ്പോൾ ഒരു കൗതുകം തന്നെയാണ്. ഒട്ടുമിക്ക മലയാളികളും ഈ സിനിമ നെഞ്ചിലേറ്റിയ ഒരു സിനിമ തന്നെയാണ്. മോഹൻലാൽ ആരാധകർ എന്നല്ല പറയുന്നത്, മലയാളികൾ എന്നാണ് എടുത്തു പറയേണ്ടത്. ഈ സിനിമ ഒരുപക്ഷെ 10-20 തവണ കാണാത്ത മലയാളികളില്ല എന്നാണ് എടുത്ത് പറയേണ്ടി വരും. ഇന്ന് തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു ശനിയും ഞായറും വീണ്ടും പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിൽ നിന്ന് 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സിനിമയ്ക്ക് ഈ ആഴ്ചയും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം.